أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين آمين. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. السلام عليكم ورحمة الله وبركاته. സലാം അടിക്കുക എല്ലാവരും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പറഞ്ഞോ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. എന്നിട്ട് അഊദു പറയാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്തിനാണ് അഊദു പറയുന്നത്? ഇനിയുള്ള 45 മിനിറ്റ് വേറെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ മാത്രം ശ്രദ്ധിച്ച് ക്ലാസിന്റെ പൂർണ്ണമായ നിയ്യത്തോടുകൂടെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെ കലാമുള്ള അള്ളാന്റെ കലാം കേൾക്കുക എന്നുള്ളതിനു വേണ്ടി നിയ്യത്ത് ചെയ്യുക. മേക്ക് എ ഗുഡ് ഇന്റൻഷൻ ഫോർ ദിസ് ക്ലാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഐ സീക്ക് റെഫ്യൂജ്. ആരോടാണ്? ഇബ്ലീസിനോട്, ഷൈത്താനോട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, ഇൻ ദ നെയിം ഓഫ് ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. എങ്ങനെയുള്ള അള്ളാഹു? അർ റഹ്മാൻ അർ റഹീം. എന്താ മീനിങ് ആർക്കറിയാം? ആര് പറയും? അർ റഹ്മാൻ അർ റഹീം. ഹംദ ആൻഡ് മൻഹ. അർ റഹ്മാൻ ആൻഡ് അർ റഹീം. സ്വയം കാരുണ്യവാനായ അള്ളാഹ്, മെർസിഫുൾ ആൻഡ് മോസ്റ്റ് ഗ്രേഷ്യസ്. അല്ലെ? പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാരുണ്യം ചെയ്യുന്ന, റഹ്മത്തുള്ള, റഹ്മത്തിന്റെ റഹീമായ, റഹ്മത്ത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയലുണ്ടല്ലേ, അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന്, അള്ളാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന്. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബായിട്ടുള്ള അള്ളാഹു, ആ റബ്ബിന്റെ പ്രത്യേകത എന്താ? നമ്മൾ താങ്ക്സ് പറയുന്ന ആർക്കാ താങ്ക്സ് പറയുന്നത്? 5 നേരം ഓരോ മുസ്ലിമും കൈകെട്ടി നിന്നിട്ട് ആദ്യമായി താങ്ക് യു എന്ന് പറയാല്ലേ, പ്രൈസ് ദ ലോർഡ്. അല്ലെ? എന്താണ് പ്രൈസ് ചെയ്യുന്നത്? ആരോടാ പ്രൈസ് ചെയ്യുന്നത്? അള്ളാഹുവോട്. എങ്ങനെയുള്ള അള്ളാഹ്? ആലമീനിന്റെ റബ്ബായ, റബ്ബുൽ ആലമീനായ അള്ളാഹുവോട്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് റബ്ബുൽ ആലമീൻ? ആർക്ക് പറയാൻ പറ്റും റബ്ബുൽ ആലമീന്? റബ്ബുൽ ആലമീനായ അള്ളാഹുവോടാണ്. അൽഹംദു ലില്ലാ, അള്ളാഹുവിന് അൽഹംദ്, സർവസ്തുതിയും സ്തോത്രങ്ങളും അള്ളാഹുവോട്. അൽഹംദു ലില്ലാ, അള്ളാഹുവിന്. എങ്ങനത്തെ അള്ളാഹ്? എക്സ്പ്ലെയിൻ ചെയ്യാണ്. റബ്ബുൽ ആലമീനായ. എന്താണ് റബ്ബുൽ ആലമീൻ? ആഫിയ പറഞ്ഞേ. സർവലോകങ്ങളുടെയും, ഭൂമി മാത്രമല്ല, കടൽ, ആകാശം, കര, സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, ഈ പ്ലാനറ്റ്, അതൊന്നും മാത്രമല്ല, ഗാലക്സിയുടെയും, മഹാ ഗാലക്സികൾ, ലക്ഷോപലക്ഷം ഗാലക്സികളുടെ, സൗരയുധത്തിന്റെ, അല്ലെ, എല്ലാ നക്ഷത്രങ്ങളുടെയും, ഈ നമ്മളുടെ അറിവിന്റെ അപ്പുറത്തുള്ള ഈ മഹാവിശാലമായ പ്രപഞ്ചം, സ്വർഗം, നരകം, അറാഫ്, എല്ലാറ്റിന്റെയും അധിപനായ റബ്ബായ ആലമീനായ റബ്ബിനാണ് ഹംദ്. അല്ലെ? നിസ്കരിക്കാൻ കൈ കെട്ടിയിട്ട് ആദ്യം അത് പറയണം. പിന്നെ അർ റഹ്മാൻ അർ റഹീം, ആ റബ്ബിന് വീണ്ടും വിശദീകരണമാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. റഹ്മാനും റഹീമും അള്ളാഹുവിനെ ഏറ്റവും, അള്ളാഹുവിനെ നമുക്കൊരാളോട് പരിചയപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അള്ളാഹിനെ പറ്റി പറയാം, അള്ളാഹു റഹ്മാനാണ്, കാരുണ്യവാനാണ്, കാരുണ്യുണ്ട്, മേഴ്സി. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് മേഴ്സിയാണ്. അല്ലെ? അർ റഹ്മാൻ റഹീം. പിന്നെ പറയണത് മാലിക് യൗമിദ്ദീൻ. പറഞ്ഞു. നമ്മൾ മഹ്ശറയെ പറ്റി പറഞ്ഞു, മരണത്തെ പറ്റി പറഞ്ഞു, മരിച്ചു പോയവരെ പറ്റി പറഞ്ഞു, മരണശേഷം ഉണ്ടാവുന്ന യൗമുൽ ഖിയാമത്ത് നാളിനെ പറ്റി പറഞ്ഞു, ഖിയാമത്ത് നാളിന് ശേഷം ഉണ്ടാവുന്ന മഹ്ശറയെ പറ്റിയും അവിടുത്തെ ഹിസാബിനെ പറ്റിയും നമ്മൾ പറഞ്ഞു തുടങ്ങി. മാലിക് യൗമിദ്ദീൻ.
ഇയ്യാക നഅ്ബുദു, ഇന്നലെ നമ്മളതല്ലേ പറഞ്ഞത്, ഇയ്യാക നഅ്ബുദു, നമ്മൾ ഇബാദത്ത് ചെയ്യാ ആരോടാണ്. ഇയ്യാക നഅ്ബുദുവിൽ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കുറച്ച് കാര്യമുണ്ട്, ഇന്നലെ പറയാൻ വിട്ടുപോയി. ഇയ്യാക, ഇവിടെയുള്ള മനുഷ്യന്മാര്, ഇന്ന് ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരുണ്ട് ലോകത്ത്? ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്? ആയിരിക്കാ പറയാൻ പറ്റുക? അറൗണ്ട് പറഞ്ഞാൽ മതി. ഇഷാനെ ആ ഫോണ് തിരിച്ചു വെക്ക് ലാൻഡ്സ്കേപ്പില്. 1000 കോടി. 1000 കോടി ഒന്നും അല്ല. ഫോണ് തിരിച്ചു വെക്ക് ഇഷാന്റെ ലാൻഡ്സ്കേപ്പിൽ ചെരിച്ചു വെക്ക്. ഹംദാന് സാറ് മിനിമം ചിലപ്പോ 1 ട്രില്യൺ ഉണ്ടാവും, അല്ലെങ്കിൽ ബില്യൺ. ബില്യൺ പോരാ. 8.2 ബില്യൺ. 8 ബില്യൺ അല്ലെ? 8 ബില്യൺ മനുഷ്യന്മാര് ലോകത്തുണ്ടെന്ന്, അത് കൂടാനേ സാധ്യതയുള്ളൂ അല്ലെ? അപ്പൊ ഇത്രയും മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാരെല്ലാവരും ഇബാദത്ത് ചെയ്യുന്നത് ആരെയാണ്? ആരൊക്കെയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത്? മഹ്ഫൂസ്. അല്ലാഹ്. 8 ബില്യൺ മനുഷ്യന്മാരും അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണെന്നാണോ മഹ്മൂസ് പറയുന്നത്? അങ്ങനെയാണ് പിന്നെ നരകത്തിന്റെ ആവശ്യമല്ലായിരുന്നു. നരകത്തെ അള്ളാഹുവിന് ഹെൽഫയറിന് ഡിലീറ്റ് ചെയ്യായിരുന്നു. ഈ ലോകത്ത് തന്നെ കുറെ അങ്ങനെ ആചാരങ്ങൾ ഇതൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. അതിൽ ഹിന്ദുസ്, പിന്നെ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര മതങ്ങളെ അറിയാം? ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അല്ലാത്ത വേറെ ഏതെങ്കിലും മതം നിങ്ങൾക്കറിയോ? വേറെ ഏതെങ്കിലും മതം അറിയെങ്കിൽ കൈബുക്ക്. റിലീജിയൻ, അനദർ റിലീജിയൻ. അറഫ? Buddhism. അറിയില്ല. ബുദ്ധിസം. ഓക്കെ, ബുദ്ധിസം ഒരു മതമാണ്. ഓക്കെ, പിന്നെ ബുദ്ധിസ്. ദെൻ Jewish. ജൂയിഷ്, ബുദ്ധിസ്, നാസിം, സിഖ്. അങ്ങനെ ഒരുപാട് മതങ്ങളുണ്ട്. നമ്മളിപ്പോ മതങ്ങളെ പറ്റി പറയാനല്ല, ഈ 99.99.99.99 മതങ്ങളിലും ദൈവങ്ങൾക്ക് ഒരു ഷേപ്പ് ഉണ്ട്, ഗോഡ്സിന് ഷേപ്പ് ഉണ്ട്. അപ്പം ക്രിസ്തു മതത്തില് ദൈവത്തിന്റെ ഷേപ്പ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബുദ്ധിയുള്ളവർ മാത്രം ആൻസർ പറയാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ആ ബുദ്ധി ഇല്ലാത്തവർ ഇവിടെ ഉണ്ടായിട്ടല്ല അങ്ങനെ പറയുന്നത്, ശരിക്കും ആലോചിക്കുന്നവരും അത് വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയരുത്. അതിനുവേണ്ടി അങ്ങനെ ആദ്യം പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിസം? അറഫ? Christians follow Jesus while Muslims follow Allah. Muslims also following Jesus, Yeshua. Okay, what the difference, major difference, Islam and other? So Muslims take Allah subhanahu wa ta'ala as God, but Christians take Jesus as God. That's a different. എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാണ്, എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. വാട്ട് ഈസ് ദ ഇസ്ലാം ആൻഡ് അതർ ഓൾ റിലീജിയൻസ്? ലോകത്തുള്ള മറ്റെല്ലാ വേദദർശനങ്ങളും മറ്റെല്ലാ ഇസങ്ങളും ഇസ്ലാമും തമ്മിൽ എന്താണ് മെയിൻ ഡിഫറൻസ്? എന്താണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം? ജാൻ അഹമ്മദ്. നിസ്കാരമല്ല. നിസ്കാരം എനിക്ക് തോന്നുന്നത് ഹിന്ദു വിശ്വാസത്തിലും നിസ്കാരമുണ്ട്, ഹിന്ദുക്കളിലും നിസ്കാരമുണ്ട്. അവരുടേതായ നിസ്കാരങ്ങളാണെന്നേ ഉള്ളൂ. അവർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ കുമ്പിടുന്നുണ്ട്, ചിലര് സുജൂദ് പോലെ ചെയ്യുന്നവരുണ്ട്, കിടന്നിട്ട് ഉരുളുന്നുണ്ട്, അവർക്കൊക്കെ. അതുപോലെ ക്രിസ്ത്യൻസ് മുട്ടിൽ ഇങ്ങനെ കുത്തി നിന്നിട്ട് കൈ ഇങ്ങനെ മേലോട്ട് ഉയർത്തിയിട്ട് അവരുടേതായ ആരാധനകളുണ്ട്. ഓക്കെ, അതൊന്നല്ല ഡിഫറൻസ്. മെയിൻ ഡിഫറൻസ് എന്താ പറയാ, അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ഏറ്റവും ക്ലിയർ ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദ്യം. ഷസാന്? നമുക്ക് അള്ളാഹനെ കാണാൻ പറ്റില്ല, അള്ളാഹനെ ബിലീവ് ചെയ്യും. അവരിലൊക്കെ എല്ലാ മതങ്ങളിലും ദൈവത്തിന് ഷേപ്പ് ഉണ്ട്, ഗോഡിന് ഷേപ്പ് ഉണ്ട്. ഇസ്ലാമിൽ നോ ഷേപ്പ്. പണ്ട് രസകരമായ ഒരു സംഭവം ഉണ്ടായത്, ഞാൻ ക്ലാസ്സിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് ഉച്ചക്ക്
തൊട്ടടുത്ത സ്കൂളിന്റെ അപ്പുറത്ത് തൊട്ടടുത്തുള്ള പള്ളിയിൽ ലുഹർ നിസ്കരിക്കാൻ വേണ്ടി പോകും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിലുള്ള എൻ്റെ ഹിന്ദു ആയൊരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് പള്ളി ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു. ഓക്കെ, പോന്നോളൂ, വാം വെൽക്കം. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൻ പോന്നു. അങ്ങനെ വന്നിട്ട് എൻ്റെ കൂടെ വന്ന് കാലൊക്കെ കഴുകി പള്ളിയിൽ കയറി. എന്നിട്ട് അങ്ങനെ നോക്കുകയാണ്. എന്താ നോക്കണത്? ആരാ പറയാ? ഭയങ്കര തെരച്ചിലാണ്. അങ്ങനെ തെരയാണ്. എവിടെ എവിടെ എന്നോട് ഇങ്ങനെ ചോദിക്കാം, എവിടെ സംഗതി, എവിടെ, എന്താ തെരയണത്? എന്താ തെരയണ്ടത്? നിങ്ങളൊന്ന് ഗസ് ചെയ്ത്. ആത്തിഫ് പറ. എന്താ തെരയണ? അല്ല, വെപ്പൺസ് അല്ല. അത് പിന്നെ സെക്കൻഡ്. ഫസ്റ്റ് അവൻ തെരയണ എന്താ അറിയോ? ഫസ്റ്റ് വെപ്പൺസ് അവൻ തെരഞ്ഞ. അത് വലിയ തെറ്റിദ്ധാരണ ഉള്ള ഒരു സംഗതിയാണ്. രണ്ടാമത്തേത് രണ്ട് തെറ്റിദ്ധാരണ അവന് നീക്കി കൊടുത്ത ദിവസമായിരുന്നു അന്ന്. മിൻഷ എന്തായിരിക്കും തെരഞ്ഞ്? ഓൻ ആദ്യം ചോദിച്ചു അല്ല എവിടെ? അല്ല എവിടെ? നിങ്ങൾ ഈ അല്ല എവിടെ? അള്ളാനെ ഒന്ന് കാണിച്ചു തരുമോ? ഓൻ അള്ളാനെ കാണാൻ വന്ന. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഇവനെങ്ങനെ നിനക്ക് കാണിച്ചു തരാം? അപ്പൊ ഈ പള്ളിയിൽ അല്ല ഇല്ലേ? അവന്റെ സംശയങ്ങളാണ്. ഹിന്ദുക്കൾക്ക് സംശയങ്ങൾ ഉണ്ടാവില്ലേ? അവർക്ക് സംശയം ഉണ്ടാവുമല്ലോ. അവര് ചോദിച്ചു അല്ല എവിടെ? അല്ല ഇല്ല, അല്ല കാണൂല, അല്ല വിസിബിൾ അല്ലേ, പിന്നെ എന്നാ പള്ളി വീട്ടിൽ നിസ്കരിച്ചാ പോരെ? വാട്ട് ദ പർപ്പസ് ഓഫ് പള്ളി? ഇത് ജോയിൻ ആയിട്ട് നിസ്കരിക്കാനുള്ള പ്ലേസ് ആണ്. അതൊക്കെ അവന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത്. പിന്നെ അവൻ പറഞ്ഞു, പിന്നെ അവനോട് ചോദിച്ചു എവിടെ നിങ്ങളെ വെപ്പൺസ് ഒക്കെ, നിങ്ങളുടെ ആയുധങ്ങൾ എവിടെ? ഗണ്ണും AK-47 നിങ്ങളുടെ വാളും വെട്ടും ഇതിന്റെ സാധനങ്ങളൊക്കെ എവിടെ? അതെന്താ? എൻ്റെ ഒരു കസിന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പള്ളിയില് ഫ്രണ്ടിൽ ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു മെഹ്റാബ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ആയുധങ്ങളൊക്കെ വെക്കാന്ന്. എന്തുമാത്രം തെറ്റായ കാര്യമാണ്. ഞാൻ പറഞ്ഞു നീ തെരഞ്ഞു നോക്ക്, എനിക്ക് ഒരു ബ്ലേഡ് എങ്കിലും ഈ പള്ളിയിൽ നിന്ന് കിട്ടാൻ തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ നീ പറഞ്ഞ് ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴില്ലേ? ഇല്ല. അപ്പൊ അവന് രണ്ട് വലിയ തെറ്റിദ്ധാരണകൾ അന്ന് മാറ്റിക്കൊടുത്തു. നമ്പർ 1, മറ്റ് ഇസങ്ങളിലൊക്കെ ദൈവങ്ങളുണ്ട്, ഏത് മതദർശനാവട്ടെ. ഏറ്റവും രസകരമായ ഒരു ജോക്കറിന് കേരളത്തില് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഒരു മഹാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞ? അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതായത് കണ്ണാടി വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കിയാൽ ദൈവത്തെ കാണാന്ന്. കണ്ണാടി നോക്കി ദൈവത്തെ കാണില്ല, നമ്മളല്ലേ കാണാൻ. എന്നുവെച്ചാൽ മനുഷ്യനെ കാണുക. അതായത് ദൈവം എന്നുള്ളത് കല്ലിലും പിന്നെ മണ്ണിലും ഈ മരത്തിലും ഒന്നല്ല ഉള്ളത്. പടച്ചവൻ സർവ്വവ്യാപിയാണ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ ദൈവമാക്കി കളഞ്ഞു പിന്നീട്. അത് തന്നെയാണ് ജീസസിന്റെ കാര്യത്തിലും ഈസാ അലൈഹി സ്വലാമിന്റെ കാര്യത്തിലും സംഭവിച്ചത്. അതാണ്. ഈസാ നബി എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് അല്ലേ? ഈസാ നബി അതല്ലേ പറഞ്ഞത്? മൂസാ നബി എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതന്നെയല്ലേ ഈസാ നബി പറഞ്ഞത്? ആ ഈസാ നബിനെ എന്ത് ചെയ്തു? ക്രൈസ്തവ ലോകം ദൈവമാക്കി. ദൈവമുണ്ടെന്ന് പറയാൻ വന്ന മനുഷ്യനെ ദൈവമാക്കി കളഞ്ഞു ക്രിസ്ത്യാനികൾ. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. അതിന്റെ കാരണം ഖുർആനാണ്. ഖുർആൻ അന്നും ഇന്നും നിലനിൽക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കൂല. പക്ഷെ എന്നാലും മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളൊക്കെ മറ്റ് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഉണ്ട് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടോ? നിങ്ങളെ നാട്ടിലുണ്ടോ? ഒരുപാട് അനാചാരങ്ങൾ ചെയ്യുക, ഇസ്ലാമിൽ ഇല്ലാത്ത അനാചാരങ്ങൾ ചെയ്യുന്നവരുണ്ടോ? നിങ്ങളെ നാട്ടിലുണ്ടോ? ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ആന ചവിട്ടിക്കൊല്ലുക. അടുത്ത കാലത്തുള്ള ന്യൂസ് ആയിരുന്നു, ആന ചവിട്ടിക്കൊല്ലുക. ആന എവിടെ? ആന ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നേർച്ച നടത്തുക, വലിയ വലിയ വെടിക്കെട്ടുകൾ, പടക്കം പൊട്ടിക്കുക, എന്നിട്ട് അങ്ങനെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമുദായത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് പറയുന്നത് ഇയ്യാക നഅ്ബുദു. അള്ളാഹു ഇബാദത്തിനൊരു കൃത്യമായ ഒരു ഫോർമാറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ അതിൽ ഓവറാക്കി നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യം ചെയ്താൽ മതി, ഓവറായിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ നേർച്ചയും വഴിപാടുകളൊക്കെ നടത്തി എന്നിട്ട് ആന ചവിട്ടി മരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തില്. അതൊന്നും ഇസ്ലാമിലില്ല. അപ്പൊ അതാണ് അവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ മരിക്കുവോളം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അള്ളാഹുവോടായിരിക്കും. പറഞ്ഞേ ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുന്നത് വരെ റൂഹ് ഉള്ളിടത്തോളം കാലം പ്രാർത്ഥിക്കുന്നത്
വേർഷിപ്പ് ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് എൻ്റെ അള്ളാഹിനോട് മാത്രമായിരിക്കും. ഇതാണ് പ്രതിജ്ഞ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. റൈറ്റ്? ഇനിയാണ് അടുത്ത കാര്യം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാല്? ഞങ്ങളെ നന്നാക്കി തരണേ പഠിച്ചവനെ, ശരിയായ വഴിയിലൂടെ. റൂട്ട് തെറ്റിക്കല്ല പഠിച്ചവനെ, റൂട്ട് ശരിയാക്കി തരണേ. റൂട്ട് തെറ്റിയാൽ പോയി, ലക്ഷ്യത്തിലെത്താൻ പറ്റൂല. സ്കൂളിലേക്കൊരു വഴിയുണ്ട്, വീട്ടിലേക്കൊരു വഴിയുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലൊരു വഴിയുണ്ട്, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വഴിയുണ്ട്. ശരിയായ വഴിയിൽ കൂടെ പോയാൽ ശരിയായ വഴിയിലെത്താം. തെറ്റായ വഴിയിലൂടെ നിങ്ങളിപ്പോ ഈ സൂമിൽ ജോയിൻ ചെയ്യുമ്പോൾ പാസ്കോഡ് അടിക്കണം. 9496674223 223 എന്നുള്ള 224 അടിച്ച് നിങ്ങൾക്ക് കയറാൻ കഴിയില്ല. എല്ലാറ്റിനും അതിൻ്റെതായ വഴികളുണ്ട്. അതുപോലെ സിറാത്തുൽ മുസ്തഖീമായ ശരിയായ വഴിയിൽ ഞങ്ങളെ നടത്തണേ എന്ന് അടുത്ത ആയത്തിൽ പറയാം. നമുക്ക് ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് പോയിന്റ് ആലോചിച്ച് നോക്കും. ഫസ്റ്റ് പറയാണ് ഇബ്ലീസ് ഔട്ട്, ഔദുബില്ല. പിന്നെ ബിസ്മില്ല, അള്ളാഹിന്റെ പേരിൽ. എന്നിട്ട് പറയാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവേ നിനക്ക് സ്തുതി. അർ റഹ്മാൻ, നീ റഹ്മാനാണ്, റഹീമാണ്. നീ മാലിക് യൗമിദ്ദീനാണ്. നീ ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ, നിന്നോട് മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യം പറയാണ്. എന്താ കാര്യം? ഞങ്ങൾ നന്നാക്കി തരണേ പ്ലീസ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. ഇഹ്ദിന, ഞങ്ങൾ ഹദിയ, നല്ല ഹിദായത്തിന്റെ വഴിയിൽ ഞങ്ങളാക്കണേ, സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളാക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത്? സിറാത്തുല്ലദീന പറ അൻഅംത. ക്ലാസ് ശ്രദ്ധിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കുള്ളൂ. അൻഅംത അലൈഹിം, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. നേരത്തെ പറഞ്ഞു സിറാത്ത് എന്നുള്ള മീനിങ് എന്താ? സിറാത്തിന്റെ മീനിങ് എന്താ? ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവരെ, സിറാത്തിന്റെ മീനിങ് എന്താ? സിറാത്ത് എന്താണ്? വഴി. സിറാത്ത് എന്ന വഴി, മുസ്തഖീമാണ് നേരായ എന്നുള്ളത്. അപ്പോ ആ സിറാത്തുൽ മുസ്തഖീം എന്ന വഴിയെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ് അടുത്ത ആയത്തിൽ. എന്താ പറയുന്നത്? സിറാത്തുല്ലദീന, എങ്ങനെയുള്ള, അല്ലദീന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പറയാൻ പോവാണ്, എക്സ്പ്ലെയിൻ ചെയ്യാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് കൊടുത്ത ആളുകളുടെ വഴി. ആരാ അള്ളാഹു നിഅമത്ത് കൊടുത്ത ആൾക്കാര്? അംബിയ മുർസലുകൾ, സലഫ് സ്വാലിഹീങ്ങൾ, മുത്തഖികളായ അള്ളാഹുവിന്റെ അടുത്ത ആളുകളുടെ ആ വഴിയിൽ ഞങ്ങളെ ആക്കണേ, ഞങ്ങളെ ചേർക്കണേ എന്നുള്ളത്. ഇപ്പൊ ഈ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവരും സ്വർഗത്ത് പോവോ? അത് അള്ളാഹ് തീരുമാനിക്കുക, നമ്മളല്ല തീരുമാനിക്കുക, അള്ളാഹു ആണ് തീരുമാനിക്കുക. എന്തടിസ്ഥാനത്തില്? നമ്മുടെ ആമലുകൾ നോക്കിയിട്ട്, നമ്മുടെ ജീവിതം നോക്കിയിട്ട് അള്ളാഹു ആണ് അതിന് സ്കോർ ചെയ്തിട്ട് നമ്മളെ സെലക്ട് ചെയ്യുന്നത്, അള്ളാഹു മാത്രമാണ്. അപ്പോൾ ആ ഒരു അംബിയ മുർസലുകളുടെ പാതയിലാണ്, ആ പാതയിൽ നമ്മളെ നയിക്കണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അള്ളാഹിന്റെ കോപത്തിന്, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന് തീരെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരാ? മുശ്രിക്കുകൾ, കാഫിറുകൾ. എന്താണ് മുശ്രിക്ക്? എന്താണ് കാഫിർ? മുസ്ലിം എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവര്. മുസ്ലിം അല്ലാത്തവരെന്ന് പറഞ്ഞാൽ ആരാ? ഓന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവര്. മനസ്സിലായില്ലേ? അള്ളാന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ആളെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. മുസ്ലിം അല്ലാത്തവരാരാ? അയാൾക്ക് ഇഷ്ടം പോലെ ജീവിക്കുന്നവര്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി ആരാണ് മുശ്രിക്ക്, ആരാണ് കാഫിർ? കാരണം അത് പറയാതെ നമുക്ക് ഈ ആയത്ത് എൻഡ് ചെയ്യാൻ കഴിയില്ല. മുശ്രിക്ക് എന്താന്ന് അറിയുന്നവർ ഒന്ന് കൈപൊക്കുക. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മുശ്രിക്ക്? റമദാൻ. Someone who does shirk. ഷിർക്ക് ചെയ്യുന്നവരാണ് മുശ്രിക്ക്. സിമ്പിൾ ആൻസർ ആണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ഷിർക്ക്? കള്ളു കുടിക്കുന്നവരാണ് കള്ളുകുടിയന്മാർ, അല്ലെ? അപ്പൊ എന്താണ് കള്ള് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്ന പോലെ എന്താണ് ഷിർക്ക്? ഷിർക്ക് ചെയ്യുന്നവർ മുശ്രിക്കുകളാണെങ്കിൽ എന്താണ് ഷിർക്ക്? ജാന്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവര് മുശ്രിക്കാണ് എന്നാണ്. ഷിർക്ക് ചെയ്യാന്ന്, അതായത് ഷിർക്ക് എന്നതിന്റെ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധന എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം.
ഒരു ദൈവത്തിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് ദൈവങ്ങളെ ഉണ്ടെന്ന് കരുതി വിചാരിച്ചിട്ട് ഒരുപാട് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് മുശ്രിക്ക് എന്ന് പറയാം. അത് വലിയ തെറ്റ് തന്നെയാണ്. ചെറുതും വലുതുമായ ഷിർക്ക് അള്ളാഹുവിന്റെ അള്ളാഹു പുറത്തു തരാത്ത ഒരു ശിക്ഷ കൂടിയാണ് അത്. അപ്പൊ ഷിർക്ക് ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണ്. ഇനി ആരാണ് കാഫിർ? കാഫിറൊക്കെ കൈപൊക്കി. ഹൂ ഈസ് കാഫിർ? ഈ ക്വസ്റ്റ്യൻ ആണ്. കാഫിർ എന്ന് പറഞ്ഞാൽ ആരാണ്? അലി പറയട്ടെ. ദജ്ജാലാണ് കാഫിർ. ദജ്ജാലൊന്നുമല്ല കാഫിർ. കാഫിർ എന്ന് പറഞ്ഞ ആരാണ്? ഹൂ ഈസ് കാഫിർ? ജാസില്. സത്യം മനസ്സിലായിട്ടും ആ അതില്ലാന്ന് പറയുന്ന ആള്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ തൊപ്പി വെച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം ആ തൊപ്പി വെച്ചിട്ടില്ല. സത്യം നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? അതിനെ മറച്ചു വെക്കുക. സത്യനിഷേധികൾ എന്നാണ് പറയാം. ചില ആളുകൾക്കൊക്കെ സത്യം അറിയായിരുന്നു. അള്ളാഹു ഒന്നാന്നുള്ള സത്യം അറിയാം, ഖുർആൻ സത്യമാണെന്നറിയാം, അതനുസരിച്ച് ജീവിക്കണം എന്നറിയാം. അതൊന്നും പാലിക്കാതെ തോന്നിയതുപോലെ ഹവ എന്ന് പറയും. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ഹവ അറബിയിൽ ഹവ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ദൈവമാക്കിയവർ. ഹവയെ ഇലാഹാക്കുക അല്ലെ? ഹവ. അപ്പൊ ഹവ എന്ന് പറഞ്ഞാല് ഇപ്പം നമുക്ക് ഓരോ ഹവ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊക്കെ ഇരിക്കണ ഓരോ ഹവയിലാണ്. ചിലര് ചാരി ഇരിക്കണ്, അവരങ്ങനെ ഇരിക്കണ്, അങ്ങനെ അവിടെ നോക്കിക്കുന്നു, ഓരോ ഹവയിലാന്ന് പറയാം. അപ്പൊ നമ്മുടെ ഹവയില് നമ്മുടെ ഒരു തോന്നലിലായിട്ട് ജീവിക്കുക. ഞാൻ ഇങ്ങനൊക്കെ ജീവിക്കും എന്നൊക്കെ ഞാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ട് അങ്ങനെ ജീവിക്കുന്നതിനാണ് ഹവ എന്ന് പറയുക. അപ്പൊ ഹവയെ ദൈവമാക്കിയ ആളുകളെയാണ് കാഫിര്യങ്ങളിൽ നല്ലൊരു ശതമാനം സ്വന്തം ജീവിക്കുക, സ്വന്തം തോന്നലുകൾക്ക് അനുസരിച്ച് ജീവിക്കുക. നിസ്കാരം, ഞാൻ നിസ്കരിക്കൊന്നുമില്ല, എനിക്ക് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അവർക്ക് സത്യമൊക്കെ അറിഞ്ഞിട്ടും അവർ ആ തെറ്റ് ചെയ്യുന്നവരെയാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം. മഗ്ദൂബ് അള്ളാഹിന്റെ കോപത്തിന് വിധേയരായ ആളുകൾ, മുശ്രിക്കീങ്ങളും കാഫിര്യങ്ങളുമായ ആളുകൾ, ബഹുദൈവ വിശ്വാസികൾ, വലദ്ദാലീൻ വഴിതെറ്റിപ്പോയവർ. അത് ക്രൈസ്തവ ലോകത്തെ പറ്റിയാണ് കാര്യമായിട്ടും പറയുന്നത്. അതായത് വഴിയിലായി വേദക്കാരായി അള്ളാഹു വേദം നൽകിയിട്ടുള്ള ബനു ഇസ്രായേൽ അടക്കം, ഇന്നത്തെ ജൂയിഷ് പീപ്പിൾ അടക്കം, അവർക്കൊക്കെ വേദം നൽകിയിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാമിന് തൗറാത്ത് നൽകിയിട്ടുണ്ട്, ഈസാ അലൈഹി സ്വലാമിന് ഇഞ്ചീൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യന്മാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. വലദ്ദാലീൻ. ഇതാണ് ഫാത്തിഹയുടെ സാരം. ഇത് അറിയാത്ത എത്രയോ മനുഷ്യന്മാര്, മുസ്ലിങ്ങൾ ഇങ്ങനെ 5 നേരം നിസ്കരിക്കുന്നവരുണ്ട് ഫാത്തിഹ അറിയാതെ. അപ്പൊ ഇതാണ് ഫാത്തിഹയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫാത്തിഹ ദുആയാണ്, ഏറ്റവും പ്രധാനമാണ്. നിസ്കാരത്തിൽ എല്ലാ വഖത്തിലും എല്ലാ റക്അത്തിലും നമ്മൾ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇനി അർത്ഥം അറിയാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അർത്ഥം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ അതോടൊപ്പം ഓർത്തോർത്തോർത്ത് ഫാത്തിഹ ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ ശരി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ സെഷനാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് ചോദിക്കാം, എന്നെ കുറിച്ചല്ലാത്ത ഇസ്ലാമികമായ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, അതിനുള്ള സമയമാണ്. ഓരോരുത്തരും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. പാടുണ്ടോ പാടില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ മിക്കവാറും ചോദിക്കാൻ. ചായ കുടിക്കാൻ പാടുണ്ടോ, ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ പാടുണ്ടോ, മുറ്റത്തിരിക്കാൻ പാടുണ്ടോ, രാത്രി നഖം വെട്ടാൻ പാടുണ്ടോ, കണ്ണട തിരിച്ചു വെക്കാൻ പാടുണ്ടോ, പിന്നോട്ട് നടക്കാൻ പാടുണ്ടോ, കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ പാടുണ്ടോ, പിന്നെന്താ കുറെ അന്ധവിശ്വാസങ്ങളും ഉണ്ടാവും. പിന്നെന്താ അങ്ങനെ പാടുണ്ടോ. ഓക്കെ, ഹംദാന്റെ ക്വസ്റ്റ്യൻ. സാറേ ഇപ്പൊ ഞാൻ കണ്ട അനിമ അങ്ങനത്തെ ഇതൊക്കെ വരക്കാൻ പറ്റുമോ? ചിത്രം വരക്കാൻ പാടുണ്ടോ അതല്ലേ ചോദ്യം? ചിത്രം വരക്കാൻ പാടുണ്ടോ അതല്ലേ ചോദ്യം? ചിത്രം വരക്കുന്നത് ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന് റീസൺ ഉണ്ട്. അന്ന് ദൈവത്തെ ചിത്രം വരച്ചിട്ട് ആ ചിത്രം നോക്കിയിട്ട് അതുപോലെ ബിംബങ്ങൾ കല്ലിൽ കൊത്തിയെടുത്ത് അങ്ങനെ ദൈവങ്ങളാക്കി വെക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
ഇപ്പൊ അങ്ങനെ ഒന്നുമല്ല. ഇപ്പൊ ചിത്രം വരയ്ക്കുന്നത് റോഡ് ഉണ്ടാക്കാനും ബ്രിഡ്ജ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും ആർക്കിടെക്ടേഴ്സ് പിന്നെ എന്ത് ചെയ്യാണ്, ആർട്ടിസ്റ്റുകൾ ചിത്രം വരയ്ക്കുന്നത് അല്ലെ. അപ്പോ ആർട്ടിന്റെ ഭാഗമായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. അത് ഷിർക്കായിട്ട് ബഹുദൈവത്തിലേക്ക് വരുന്ന ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴാണ് അത് തെറ്റായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മളൊരു നോർമൽ ചിത്രം വരച്ച് അതിന് കളർ കൊടുത്തിട്ട് ഹഹാ എന്ത് രസം എന്ന് പറയുന്നതിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. നിങ്ങളും എല്ലാം വരച്ചോളി. ഹംദാൻ എന്താ പറഞ്ഞത്? അപ്പൊ മറ്റേ ഈ മനുഷ്യന്മാരെ വരക്കണേനിപ്പോ കുഴപ്പമില്ല? മനുഷ്യന്മാരെ വരയ്ക്കുന്ന കാര്യത്തിൽ 2 ഒപ്പീനിയൻസ് ഉണ്ട്. 2 ഒപ്പീനിയൻ ഉണ്ട്. ഒന്നാമത്തെ ഒപ്പീനിയൻ, ജീവനുള്ള വസ്തുക്കളെ വരയ്ക്കരുത് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഹംബലി മദ്ഹബിലാണോ അത് എന്ന് എനിക്ക് സംശയമുണ്ട്. ചില പണ്ഡിതന്മാര് അങ്ങനെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഹംദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിച്ച് ജീവിക്കുന്ന ആള് എന്നാണല്ലോ ഹംദാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ ഹംദാന് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമില്ല, ഹംദാന് ചിത്രം വരയ്ക്കണില്ല, പ്രത്യേകിച്ച് മനുഷ്യന്മാരും ജീവനുള്ള വസ്തുക്കളും ചിത്രം വരയ്ക്കുന്നില്ല എന്ന് ചിന്തിച്ച് നീ വരക്കാതിരുന്നാൽ ഈസ് ഗുഡ്. ഓക്കെ. അല്ല സാറേ, പക്ഷെ എനിക്ക് ചിത്രം വരക്കാൻ നല്ല അറിയാം, പിന്നെ വരക്കലുണ്ട്. അപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അടിയിൽ എഴുതണം റിട്ടൺ ബൈ ഹംദാൻ, എന്നിട്ട് ഒപ്പിടണം. ഞാനാ വരച്ചെന്നുള്ളത്. ഓക്കെ. എന്നിട്ട് അത് പിന്നെ നല്ല നല്ല മാസികകൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നല്ലൊരു കാർട്ടൂണിസ്റ്റ് ആയിട്ട് മാറിയാല്. നിങ്ങൾ അറിയോ, നമ്മുടെ ഈ ഫലസ്തീൻ യുദ്ധം ഉണ്ടായ സമയത്ത് ഫലസ്തീനിൽ നടന്ന ക്രൂരതകളൊക്കെ ലോകത്തിന് മുമ്പ് എത്തിച്ചത് ചില കാർട്ടൂണുകളിലൂടെ ആയിരുന്നു. മനസ്സിലായോ? ചില കാർട്ടൂൺ ചിത്രങ്ങളിലൂടെ ചെറിയൊരു കാർട്ടൂണിന്റെ മെസ്സേജ് മതി ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. അങ്ങനെയുള്ള കുറെ ഇസ്ലാമികമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക, ആന്റി ഇസ്ലാമിക് അഥവാ അള്ളാഹുവിനെതിരായിട്ടുള്ള കാര്യങ്ങളായിട്ട് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പറഞ്ഞ പോലെ, കത്തിയെ പറ്റി പറഞ്ഞ പോലെ തന്നെയാണത്. സൈന, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലില്ല മനുഷ്യന്മാർ മുഖം, അപ്പൊ അത് മനുഷ്യനായിട്ട് മാറോ? ഒരു മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്കിലെ മനുഷ്യന് ഇങ്ങോട്ട് മനുഷ്യനായി വരലല്ല സൈന. ആദ്യം വേണ്ടത് ഒരാള് ആദ്യം തന്നെ പിന്നെ ബ്രോക്കറെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റോ സംസാരിച്ചിട്ട്, പെണ്ണിന്റെ വാപ്പയായിട്ട് സംസാരിച്ചിട്ട് അവിടെ വീട്ടിൽ ചെന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങുണ്ടാവും. അത് കഴിഞ്ഞ് നിശ്ചയം ഉണ്ടാവും, പിന്നെ നിക്കാഹ് ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഉമ്മയൊക്കെ ജീവിക്കണം. എന്നാലാണ് ഒരു മനുഷ്യൻ ഉണ്ടാവുക. അല്ലാതെ ബുക്കിന്റെ ഉള്ളിലുള്ള മനുഷ്യങ്ങൾ ചാടി പുറത്തു വരുന്നില്ല കേട്ടോ. ഓരോ മനുഷ്യന്മാര് ചോദിക്കുന്ന ചോദ്യങ്ങൾ. വേറെ ഏതാ ചോദ്യം? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ള മനുഷ്യന്മാർ തന്നെ കൊല്ലാൻ നോക്കുക, പിന്നെ ബുക്കിന്റെ ഉള്ളിൽ മനുഷ്യന്മാര് വരുന്ന. മഹ്ഫൂസ്, എനിക്ക് 2 ചോദ്യമുണ്ട്. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കും. ഈ സീ ക്രീച്ചേഴ്സ് ഇല്ല, അതെങ്ങനെ ഖുറാനില് പറയുന്നുണ്ടോ? സീ ക്രീച്ചേഴ്സ് അറിയില്ല. എനിക്ക് മനസ്സിലായില്ല എന്റെ ക്വസ്റ്റ്യൻ. ഒരു ചില ഇപ്പൊ സീ ക്രീച്ചേഴ്സ് എല്ലോ പറയുന്നുണ്ട്, മിത്തല്ലോ. അപ്പൊ ഈ സീ ക്രീച്ചേഴ്സ് ഖുറാനിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരുപാടുണ്ട്. മിത്തായ കാര്യങ്ങളല്ല, ഇറ്റ് ഹാപ്പൻഡ്. ഇപ്പം കടലിനെ വടികൊണ്ടടിച്ചപ്പോ കടല് രണ്ടും മാറി നിന്നു എന്ന് പറയുമ്പോ നമുക്ക് പെട്ടെന്ന് അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഇമ്പോസിബിൾ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. വിശ്വസിക്കാൻ പറ്റുമോ? ഒരു വെയിലിന്റെ ഉള്ളില് യൂനുസ് നബിയെ തിമിംഗലം വിഴുങ്ങി എന്നിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് പിന്നെയും തുപ്പിക്കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. നോർമൽ കേസിൽ അതൊന്നും നമ്മൾ വിശ്വസിക്കൂല. പക്ഷെ ഇറ്റ് ഹാപ്പൻഡ്, അതൊക്കെ നടന്നിട്ടുണ്ട്. ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകത്തെ, സ്വാലിഹ് നബിയുടെ കഥയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ബർസഖുല്ലായ ബഗിയാൻ സൂറ റഹ്മാനിൽ പറഞ്ഞിട്ടില്ലേ? കടലിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ഭാഗത്ത് നല്ല ഉപ്പുവെള്ളം, ഒരു ഭാഗത്ത്, 2 ഭാഗത്ത് ഉപ്പുവെള്ളം തന്നെയാണ് അല്ലേ ശുദ്ധജലം. ഈ ഭാഗത്ത് ഫിഷ് വരെ അങ്ങോട്ട് ഒരു കറക്റ്റ് അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. കടലിലൊരു ഏരിയയെ പറ്റി അങ്ങനെ പറയുന്നു, രണ്ട് കടലിനെ പറ്റി. അതങ്ങനെ ഉണ്ട്. അങ്ങനെയുള്ള രഹസ്യങ്ങൾ, പ്രപഞ്ച രഹസ്യങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറ യാസീൻ കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറഞ്ഞത് എല്ലാം അതിന്റെ ഭ്രമണപഥത്തില് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ഖുർആനിൽ പറഞ്ഞു. പഴയ സയൻസിൽ പറഞ്ഞു സണ്ണ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, പിന്നെ അത്
പിന്നെ എനിക്ക് തോന്നുന്നത് ഏത് സെഞ്ചുറിയിലാണ്, 18th സെഞ്ചുറിയിലാണ് അത് ശാസ്ത്രം സയൻസ് അത് തിരുത്തിയത്. പിന്നെയാണ് സണ്ണ് മൂവ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ആ പണ്ട് 6th സെഞ്ചുറിയിൽ തന്നെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് സണ്ണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. പിന്നെ മിത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാല് നിങ്ങളെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയുന്ന ചില കഥകളൊക്കെ മിത്താണ്. ചില കഥകളല്ലേ വലിയ കറാമത്ത് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കറാമത്തിന്റെ കഥകൾ അതൊക്കെ ചിലരൊക്കെ ഫേക്ക് ആണ്. നല്ലൊരു ശതമാനം ഫേക്ക് സ്റ്റോറീസ് ആണ്. വെറുതെ ആളുകൾ പൊക്കി പറഞ്ഞ് ഉണ്ടാക്കിയെടുത്ത കഥകളാണ്. അതൊന്നും ബിലീവ് ചെയ്യണ്ട. മെഹഫൂസ് എവിടെ? എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എവിടെ? മെഹഫൂസിനും കാണില്ല, ക്വസ്റ്റ്യനും കാണില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയും ഇത് വരുവാ, ഇനിയും അത്ഭുതങ്ങൾ. ഇനിയൊരു അത്ഭുതമേ വരാനുള്ളൂ. ഈ ലോകം അവസാനിക്കും. അതാണ് ലോകാവസാനം. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനു അന്നാസു കൽ ഫറാശ്. ഇന്നൊറ്റ അത്ഭുതം വരാനുള്ളൂ. ഡും കഴിഞ്ഞ് ഫിനിഷ് കാം ഖത്തം വേൾഡ് എൻഡ് ഓഫ് ദി വേൾഡ്. അതാണ് ഇനി വരാനുള്ള അത്ഭുതം. അതോടുകൂടി എല്ലാം ഭയങ്കര അത്ഭുതമാവും എല്ലാവർക്കും. അതിന് മുമ്പ് ഇനി ലോകത്ത് വേറെ അത്ഭുതങ്ങളൊന്നും വരാനൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ തന്നെയല്ലേ അത്ഭുതം. സൂം മീറ്റിംഗ് ഒക്കെ ഒരു അത്ഭുതമല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ്? എനിബഡി ക്വസ്റ്റ്യൻ? റിസ്വാനെ ചോദിക്ക. സ്വർഗത്തുനിന്ന് ചീത്ത ചെയ്താല് സ്വർഗത്തുനിന്ന് ചീത്ത കാര്യം ചെയ്യാൻ സ്വർഗത്തിൽ ചീത്ത മനുഷ്യന്മാര് പോണില്ലല്ലോ. സ്വർഗത്തിൽ ചീത്ത മനുഷ്യന്മാര് പോണില്ല. ചീത്ത മനുഷ്യന്മാര് മാത്രല്ല, ശരിക്ക് രണ്ട് ചെവി ഇങ്ങനെ വെച്ചിട്ട്, ഒരു ചെവി കൊണ്ട് മാത്രല്ല, രണ്ട് ചെവി കൊണ്ട് നിങ്ങൾ കേട്ടോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. സ്വർഗത്തിൽ പാഴ്വാക്കുകൾ പറയുന്ന ആളുകൾ ഉണ്ടാവില്ല എന്നാ. ആവശ്യമില്ലാതെ ലെണ്ട പൊട്ടിച്ചെടുക്കുന്ന ആൾക്കാരില്ലേ, ബടായിയൊക്കെ പറഞ്ഞ് വെറുതെ ബട ഇങ്ങനെ പറയുന്ന ആൾക്കാർ സ്വർഗത്തിൽ എത്തൂലെന്നാ. വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുക, ആവശ്യമില്ലാതെ ഗീബത്തും നമീമത്തും പറയാ, കുറ്റം പറഞ്ഞെടുക്കുക, അങ്ങനത്തെ ആൾക്കാർ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്നാണ്. നല്ല മനുഷ്യന്മാര് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ എങ്ങനെ അവിടെ കുറ്റം ഉണ്ടാവുക? അവിടെ സ്ക്രീൻ ചെയ്ത് സെലക്ട് ചെയ്ത് അരിച്ചെടുത്ത ആൾക്കാരെ അവിടെ കൊണ്ടുപോകണേ അപ്പൊ പിന്നെ അവിടെ ചീത്ത ചെയ്യാന്നുള്ള പരിപാടി ഇല്ല. അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. ഹസൻ. ഈ ഇരട്ടപ്പേര് വിളിക്കുന്നവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാം? ഇല്ല, പോവില്ല. ഇജ്ജ് അങ്ങനെ വിളിച്ചലുണ്ട്, നിർത്തിക്കളാ. എനിക്ക് പോണമെന്നുണ്ടെങ്കില്. ഞാനല്ലേ പറയണത്, ഖുറാൻ പറഞ്ഞ ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ. നിങ്ങൾ ഈമാൻ മുഅ്മിനായ ശേഷം നിങ്ങൾ ഇസ്മുൽ ഫുസൂഖ് വിളിക്കുകയാണോ? ഇരട്ടപ്പേരും ചീത്തപ്പേരും ബാഡ് നെയിംസും ബാഡ് വേർഡ്സും നിങ്ങൾ പറയാണോ എന്ന് ഖുർആൻ ചോദിച്ചു കഴിഞ്ഞതാണ്. ഹസനെ, പേര് ഹസനായിട്ട് കാര്യമില്ല, സ്വഭാവം ഹസനാവണം. മനസ്സിലായോ ഹസനെ? അപ്പൊ നീ വിളിക്കലുണ്ടല്ലേ? നിർത്തിക്കള, നല്ലതല്ല ട്ടാ. എത്ര പേര് വിളിക്കരുത്. പേരുണ്ടോ പേര് വിളിക്കുക. ഹസനെ കണ്ട ഹസനെ എന്ന് വിളിക്കുക. എന്ത് നല്ല പേരാണ്. എന്തിനാണ് ഇരട്ടപ്പേര് ടീച്ചേഴ്സിനും വിളിക്കുന്നവരുണ്ട്. കുട്ടികൾ ഇരട്ടപ്പേരിട്ടിട്ട് പറയും മറ്റേ പേരിട്ടുള്ള ആ ടീച്ചർ അങ്ങനെ ഒന്നും പറയരുത്. ഇത് നമ്മുടെ കൾച്ചറേ അല്ല. നമുക്ക് ഒറ്റ കൾച്ചർ, ഒറ്റ പേര്, ആ പേര് വിളിച്ചോളുക, വേറെ പറയരുത്. അവിടെ ഹംദാൻ. സാറില്ല, അടുത്ത ക്ലാസ്സിൽ ഇഷാരേക്ക് വരുമ്പോ ഓനോട് പറഞ്ഞാലേ, കാരണം ഓൻ അതില് മെയിൻ ആളാണ്. അങ്ങനെ അതില് വേറെ പ്രശ്നമുണ്ട്. ഹംദാനെ, അവന് അങ്ങനെ ആളാണെങ്കിൽ അത് അവൻ തിരുത്തേണ്ടാണ്. ഓക്കെ, പക്ഷെ അവന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു മീറ്റിങ്ങിൽ അവനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അത് ചീത്തപ്പേര് വിളിക്കുന്നതിനേക്കാളും 10,000 ഇരട്ടി വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. അതിനാണ് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ? ഇനി ആരാ ക്വസ്റ്റ്യൻ? മുഹമ്മദ് ഇഷാൻ. വിളിക്കണവരൊക്കെ നിർത്തിക്കാളി. വിളിക്കൽ ആരൊക്കെ ഉണ്ടോ, അത് ഫാമിലീസിനെ വിളിക്കുകയാണെങ്കിലും കുടുംബത്തിലുള്ളവരെ വിളിക്കുകയാണെങ്കിലും അയൽവാസികളെ വിളിക്കുകയാണെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുകയാണെങ്കിലും, പക്ഷെ നിക് നെയിം വിളിക്കട്ടോ. നിക് നെയിം ഒരാളെ പൊന്നെ, ചക്കര, മുത്തേന്നൊക്കെ ഉള്ളതൊക്കെ വിളിക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേരിനെയാണ് നമ്മൾ ചീത്തപ്പേര് എന്ന് പറയാം കേട്ടോ. ഇഷാൻ സ്റ്റക്കായി. ഓക്കെ, ഇനി ആരെ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും നമ്മുടെ റിസ്വാൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ എല്ലാ ദിവസവും നിസ്കരിച്ചില്ലെങ്കിലേ
സ്വർഗത്ത് പരലോകത്ത് പോകുമ്പോഴേ അള്ളാഹുവിന്റെ മുന്നിലിരിക്കുമ്പോൾ ഓരോ കാര്യത്തിന് 2 തലയുള്ള ഒരു പാമ്പം തൂത്തു അങ്ങനെ എന്താ? പിന്നെ ബേസിക്കലി നമ്മൾ പിന്നെ നരകത്തിലുള്ള പണിഷ്മെന്റ് എന്നുള്ളതൊക്കെ വളരെ ക്രൂവൽ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ്. നരകത്തിലുള്ള ഈ പറഞ്ഞ പോലെ നല്ല പണിഷ്മെന്റുകൾ തന്നെയാണ് നരകത്തിൽ ഉണ്ടാവുക. പക്ഷെ ആ പണിഷ്മെന്റ് അല്ല നിസ്കാരം നിസ്കരിക്കുന്നത് നമ്മൾ സ്വർഗത്ത് പോകാൻ മാത്രമല്ല, സ്വർഗത്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നിസ്കാരമായിരിക്കണം. വെറുതെ നിസ്കരിച്ചുകൊണ്ട് മാത്രം സ്വർഗത്ത് പോകാൻ ആരും വിചാരിക്കണ്ട. നിസ്കരിക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി മാത്രമല്ല, നിസ്കരിക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നന്നാവും. 5 നേരം നിസ്കരിക്കുന്ന ഒരാൾ സിനിമാ തിയേറ്ററിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് പറയാം, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ കഴിയും, 2.5 മണിക്കൂർ സിനിമ കാണാൻ കഴിയും. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി നിസ്കരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. സുബൈക്ക് പള്ളി ഞാൻ ആലോചിച്ചു നിങ്ങളെ കാര്യം ആലോചിച്ചു. നിങ്ങൾ രാവിലെ എണീക്കണം, സുബൈക്ക് പള്ളിയിൽ പോകണം, നിസ്കരിച്ച് വരണം, ളുഹറിന് വീണ്ടും പോണ്, തിരിച്ചു വരണം, അസറിന് പോകണം, നിസ്കരിച്ച് വരണം, മഗ്‌രിബിന് പോകണം, നിസ്കരിച്ച് വരണം, ഇശാക്ക് പോകണം, നിസ്കരിച്ച്. ഇതിന്റെ ഇടയ്ക്ക് അവിടെ തെറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത രീതിയിലായില്ലേ? ബാക്കിയുള്ള സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ? റൈറ്റ്. അങ്ങനെ അതിൽ ഫുള്ള് ഇൻവോൾവ് ആകുക. നമ്മളെ തെറ്റുകളിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യാനാണ് നിസ്കാരം. ഓക്കെ. നിസ്കരിക്കാത്തവർക്ക് ശിക്ഷയുണ്ട്, നിസ്കരിക്കാത്ത മുസ്ലിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത് നല്ല പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവര് നിസ്കാരത്തില് നല്ല ഖുശൂഉള്ള ആളുകളായിരിക്കും സ്വർഗാവകാശികൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആർക്കെങ്കിലും നല്ല ഇടങ്ങേറ് തോന്നുന്നുണ്ട് ഈ നിസ്കാരം എങ്കിൽ മനസ്സിൽ വിചാരിച്ചോ, നിങ്ങൾ പോകാനുള്ളത് സ്വർഗത്തിലേക്കല്ല. അതൊരു ഇടങ്ങേറായിട്ട് തോന്നരുത്, നിങ്ങൾക്ക് സന്തോഷമായിട്ട് തോന്നണം. അള്ളാന്റെ വെള്ളം കുടിച്ചിട്ടേ, ഇങ്ങോട്ട് നോക്ക്, അള്ളാന്റെ വെള്ളം കുടിച്ചിട്ടേ, അള്ള തന്ന ഫുഡ് കഴിച്ചിട്ടേ, അള്ളാന്റെ ഹൃദയം മിടിക്കുന്ന ഹൃദയമായിട്ട് ജീവിച്ചിട്ടേ, അള്ളാഹുവാണ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ കൺട്രോൾ അള്ളാന്റെ അടുക്കലാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്. അള്ളാന്റെ ഓക്സിജൻ അള്ളാന്റെ മണ്ണില് അള്ള തന്നെ നിയമത്തിൽ ജീവിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഇഷ്ടമല്ലല്ലേ? അങ്ങനത്തെവരൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്യുന്ന ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ശരി. ആസന്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ കുട്ടികൾ പ്രായപൂർത്തിയാകാത്തവർക്ക് 5 വക്ത് നിസ്കാരം നിർബന്ധ? ബുദ്ധിയുള്ള പ്രായപൂർത്തി തന്നെ 10 വയസ്സാട്ടോ. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 10. അപ്പോ നീ റെഡിയായി, നിന്റെ ടൈമായി കേട്ടോ. 10 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നുമില്ല. 10 വയസ്സിന് ശേഷം എനിക്ക് ബുദ്ധിയായില്ല, എനിക്കറിയില്ല അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കണം എന്നുള്ള കാര്യം. നിസ്കരിക്കുക, നമ്മൾ മരിക്കുന്നവരെ നിസ്കരിക്കുക. അതിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി. 5 വരങ്ങൾ നിസ്കരിച്ചു, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ ബോഡിക്ക് ബെനിഫിറ്റ് ആണ്, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാന്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാവും. അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് വിത്ത് ലവ് വേണം നിസ്കരിക്കാൻ, പേടിച്ചിട്ടൊന്നുമല്ല നിസ്കരിക്കേണ്ടത്. അസ്ഹറ സൈന. മറ്റേ എല്ലാവരും പറയുന്നു ഈ നോമ്പ് 26 ഖിയാമത്ത് നാള്. ഖിയാമത്ത് നാൾ എന്താന്ന് വെച്ചാല്, പിന്നെ ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അത് അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന്റെ ഡേറ്റ് അള്ളാഹിന്റെ അടുക്കല, അള്ളാഹു ആലം. അത് അങ്ങനെ വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ്, വൈകുന്നേരം 5 മണിക്കാണ് ഒന്നും പറഞ്ഞ് ആരും നടക്കണ്ട. അത് ടൈം മുമ്പ് നടന്നോളും, അതിന് നമ്മൾ ആരും ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ അതിന്റെ മുമ്പ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ സേഫ് ആക്കി മാറ്റാം, അത്രയേ ഉള്ളൂ. എനി ക്വസ്റ്റ്യൻ? ചിന്തിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരിക, ചിന്ത വേണം, തോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇല്ല ആർക്കും? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സേറയാണോ? പാമ്പിനെ കുഴിച്ചിട്ടെങ്കിൽ പാമ്പ് പുറത്തേക്ക് അങ്ങനെയല്ല, അതില്ലേ പാമ്പ് കുഴിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം അത് കുഴിച്ചിട്ടെങ്കിൽ ആ പാമ്പ് ജീവനോടെ ഉണ്ടാവോ? പാമ്പിനെ കുഴിച്ചിട്ട് പാമ്പ് ജീവനോടെ ഉണ്ടാവുമോ? കൊല്ലാതെ കുഴിച്ചിട്ടാലോ? പാമ്പ് എനമോനെ കൊല്ലാതെ തന്നെ, പാമ്പിനെ കൊല്ലുമ്പോൾ നല്ല തലക്കടിച്ച് കൊല്ലണം പാമ്പിനെ കൊല്ലുമ്പോ കേട്ടോ.
പാമ്പിനെ വെറുതെ ഒരടി അടിച്ച് പാമ്പിനെ വിടരുത്. ചിലപ്പോൾ പാമ്പ് പിറ്റേന്ന് വന്നിട്ട് നിങ്ങൾക്ക് അതിന് റിവെഞ്ച് ഉണ്ടാവും. പാമ്പിന് കൊല്ലുകയാണെങ്കിൽ ശരിക്കും കൊല്ലണം. അല്ലെങ്കിൽ ജീവികളെ, കുഞ്ഞു ജീവികളെ കൊല്ലുന്ന സമയത്ത് ശരിയായ രീതിയിൽ കൊല്ലണം. അപ്പൊ നമ്മള് ചിക്കനില്ലേ, ബ്രോസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരില്ലേ അല്ലെ? ചിക്കന് കോഴിയെ കൊല്ലുന്ന സമയത്ത്, അറക്കുന്ന സമയത്ത് കോഴി ഒരു സൂചി കൊണ്ട് കുത്തി കുത്തി അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഒരു സൂചി എടുത്തിട്ട് കോഴിനെ കുത്തുക, വേദനാവും, എന്നിട്ട് കരയും, പിന്നെയും കുത്തുക, കരയും, അങ്ങനെ അങ്ങനെ കൊല്ലാൻ പറ്റും? ഇഞ്ചിഞ്ചായി കൊല്ലാൻ പറ്റുമോ? ഇല്ല. അതിന് ഏറ്റവും എത്രയും പെട്ടെന്ന് വേദന കുറഞ്ഞ് എത്രയും പെട്ടെന്ന് മരിക്കാൻ പറ്റുന്ന കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് കോഴിയെ അറുത്തിട്ട് കത്തി കൊണ്ട് മുറിച്ചിട്ട് പീസാക്കുന്നത്. എന്നിട്ടല്ലേ നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് ഇതൊക്കെ ആക്കി കഴിക്കുന്നത് അല്ലെ? ബീഫ്, പോത്ത് അല്ലെ, ബീഫ് ഒക്കെ കഴിക്കുന്നത് എങ്ങനെയാ? അതൊക്കെ അങ്ങനെ തന്നെയാ. റൈറ്റ്? ഷെസാന്റെ ക്വസ്റ്റ്യൻ. ഉസ്താദേ, പണ്ടൊരു കോഴി ഉണ്ടാക്കിയ അതിന്റെ തല മുറിച്ചിട്ട് അത് സ്റ്റിൽ അലൈവ്. മനസ്സിലായില്ല? പണ്ടൊരു കോഴി ഉണ്ടാക്കിയ അതിന്റെ തല മുറിച്ചിട്ട് അത് സ്റ്റിൽ അലൈവ്. നീ കഥ പറയാ? അല്ല, ഒരു കഥ ഉണ്ടായിരിക്കും. ഇങ്ങനെ കഥയല്ല, റീല്. ആ റിയലിന്റെ പേരാണ് ഫേക്ക്. ഫേക്ക് സ്റ്റോറി കേട്ടോ. ഫേക്ക് സ്റ്റോറീസ് ഒന്നും ബിലീവ് ചെയ്യരുത്. അതൊക്കെ അന്ത്യകാലം കേട്ടോ. കാലത്തൊന്നും ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് അങ്ങനെ വന്നു, പണ്ട് അങ്ങനെയായി ഇങ്ങനെയായി വെറുതെ ബടായി പറയുന്ന കഥകളൊന്നും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. വിത്ത് പ്രൂഫ് വീഡിയോ കൊണ്ടുവരാൻ പറയാം. വീഡിയോ വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പൊ എഡിറ്റിങ്ങും പിന്നെ AI ഒക്കെയാണ് ഇപ്പൊ. നാസിൻ മുഹമ്മദ്. അതിന്റെ ഫോട്ടോ ഒക്കെ അമേരിക്കയിലെ ഏതോ പ്രസിഡന്റിന്റെ അങ്ങനെ ആരുതോ ഇരുന്നു. എന്നിട്ട് അയാള് നെക്ക് കൂടി സിറിഞ്ചിലാണ് ഭക്ഷണം കൊടുത്തത്, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഏതിന്റെ? കോഴി. ഷെസാൻ പറഞ്ഞ കോഴിയുടെ കാര്യമാണോ പറഞ്ഞേ? അത് ആ കോഴിന്റെ കാര്യം എന്താ വെച്ചാല്, അതിനെ പിറ്റേന്ന് ഇവരൊക്കെ അവിടെ മുറിച്ച് പീസാക്കിയിട്ട് ബ്രോസ്റ്റ് ആക്കി തിന്ന് കളഞ്ഞു, ഷവായാക്കി കളഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. ആ കോഴിനെ പറ്റിയൊന്നും ആരും പറയണ്ട കേട്ടോ. കോഴിനെ തിന്ന ആളുകൾ വയറ്റിലാക്കി കഴിഞ്ഞു, ഒരു ഏമ്പക്കം വിട്ട് കിടന്നുറങ്ങി. ഇനി അവിടെ എന്ത് നജസാണെന്ന്? ബ്ലഡ് നജസാണ്. ബട്ട് ചില സന്ദർഭത്തിൽ ഇപ്പൊ നമ്മൾ ഒരാള് പറഞ്ഞ് നമ്മൾ നിസ്കരിച്ചോണ്ട് ഒരു കൊതുക് ഇങ്ങനെ വന്ന് കൈമൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മളിങ്ങനെ അടിച്ച് അപ്പൊ ബ്ലഡ് വന്ന് പോയിട്ട് ഒതു കൊടുക്കണം. അങ്ങനൊന്നും നമ്മൾ ഓവർ കോൺഷ്യസ് ആവേണ്ട ഒന്നുമില്ല. ഓക്കെ, ഓക്കെ, കൺക്ലൂഡ് ചെയ്തുവാ ചെയ്യല്ലേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മെഹഫൂസ്. പ്രോഫറ്റ് പറഞ്ഞിട്ടില്ല നമ്മള് തല ഇങ്ങനെ തല പില്ലോലിങ്ങനെ എന്താ പറയാ, തല ഇങ്ങനെ ഇറക്കിട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ ആക്കി കിടക്കാൻ പാടില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയില്ലേ. മൂക്ക് ഇങ്ങനെ ജമ്മി പോയാൽ നമ്മൾ ഡെഡായി പോലെ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഓക്സിജൻ കിട്ടാതെ. അതുകൊണ്ട് പറഞ്ഞാൽ നേരെ കിടന്നാൽ മതി കേട്ടോ. പില്ലോ ഒഴിവാക്കാണ് ബെസ്റ്റ്. ഞാൻ പില്ലോ വെക്കലില്ല. പില്ലോ വെക്കുന്നത് നല്ലതാണ്, പക്ഷെ ഒഴിവാക്കിയാലും ബെസ്റ്റ് കേട്ടോ. ഇനിയിപ്പോ മുഹമ്മദ് അലി ചോദിക്കടാ. നായനെ വളർത്താൻ പറ്റുമോ? നായനെ വളർത്തണ്ടല്ലോ, അത് വളർന്നോളൂ, തിന്നാൻ കൊടുത്താൽ മതി. മുഹമ്മദ് അലി, എന്റെ വീട്ടിൽ നായണ്ടാ? ഇല്ല. ഓക്കെ, എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാ? ഓക്കെ, നിനക്ക് ഇതിന് അറബ് വീട്ടിലൊക്കെ ലയണാണ്, സിംഹം, കടുവ, അതൊക്കെ പറ്റുമോ? വേണ്ട. ചിലപ്പോ നന്ദിയും കൊണ്ടങ്ങ് പോകും അല്ലെ. പക്ഷെ ജീവികളിൽ ഏറ്റവും നന്ദിയുള്ള പൂച്ചനേക്കാണ്. പൂച്ചക്ക് നന്ദി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പൂച്ച നമ്മളെ അങ്ങനെ സോപ്പിട്ട് ജീവിക്കാന്നേ ഉള്ളൂ. ക്യാറ്റ് കേട്ടോ, പൂച്ച നമ്മളെ ഭയങ്കര സോപ്പിംഗ് ആണ്. പക്ഷെ നായ അങ്ങനെയല്ല. ഈ ഭൂമിയിൽ ഏറ്റവും നന്ദിയുള്ള ഒരു ജീവി കൂടിയാണ് നായ. അതിനെന്താ തിന്നാൻ കൊടുത്താൽ നിങ്ങളെ കൂടെ ഉണ്ടാവും അല്ലെ. നന്ദിയുള്ള ഒരു ജീവിയാണ് നായ. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്ത് പോയ കഥ പഠിച്ച നിങ്ങളാണോ ഈ ചോദിക്കണ നായനെ വളർത്താൻ പാടുണ്ടോന്ന്? ഓക്കെ, പക്ഷെ നായന്റെ നജസായ കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. റൈറ്റ്? പക്ഷെ ബെഡ് കയറ്റി കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണ്ട കേട്ടോ. അത്രേ പറഞ്ഞുള്ളൂ. ഓക്കെ, മാത്രമല്ല ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ പൂച്ചനെയും നായനൊക്കെ വളർത്തുന്നവരൊരു കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ ഈ ചെറിയ രോമമുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കാണൂല. നമ്മളിപ്പോ നായനെ പൂച്ചനെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും കൈ നല്ല ലൈറ്റ് അടിച്ച് നോക്കിയാൽ കാണാം, കൈമിലൊക്കെ ചെറിയ രോമങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ കാണൂല. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ മൂക്കൊന്ന് തുടച്ചാൽ
ആ ശ്വാസം എടുക്കണതിൽ ഈ രോമം ഒന്നങ്ങി ലെൻസിൽ കയറിപ്പോയാൽ മരണം വരെ ആസ്മ പേഷ്യന്റ് ആയി ചുമച്ച് ജീവിക്കേണ്ടി വരും മക്കളെ. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണ്ടിട്ടാ. കൈ കഴുകാതെ, അതുകൊണ്ട് അത് ശുദ്ധി വേണമെന്ന് കോവിഡ് വന്നപ്പോഴല്ലേ നമ്മൾ കൈ മൂക്കൊക്കെ കഴുകാൻ തുടങ്ങി. അതിന്റെ മുമ്പേ 5 നേരം കൈ മൂവും കഴുകണം, വൃത്തിയാക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ? കോവിഡും അതിന്റെ അപ്പുറമുള്ള ബാക്ടീരിയാസ് ഇപ്പോഴും ഉണ്ട്, ഇവിടെ അലൈവ് ആണ്, ഈ വേൾഡിലുണ്ട്, നമ്മുടെ റൂമിലും സ്ഥലത്തൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ബാക്ടീരിയാസ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശുദ്ധിയുള്ളവരാവുക, കുളിക്കുക, വൃത്തി ഉണ്ടാവണം. ഒന്നും കുളിക്കാത്തവരുണ്ടാവും അല്ലെ? ഇന്ന് സ്കൂളിലല്ലോ എന്നാ പറയാ. എന്താടാണ് കുളിക്കാത്ത, എന്താടി കുളിക്കാത്ത വെച്ചാൽ ഇന്ന് സ്കൂളിലല്ലോ. സ്കൂളിൽ പോകുമ്പോൾ മാത്രമല്ല, ഡെയിലി രാവിലെ എണീറ്റാ കുളിക്കണം, വൃത്തി വേണം. അത്തുഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. ബാങ്ക് കൊടുത്ത് നമ്മൾ എൻഡ് ചെയ്യാൻ പോവാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷഹസാദ്. നായന്റെ രോമം ഹറാമാണോ? നിങ്ങളുടെ രോമം ഹറാമാന്ന് ആരാ പറഞ്ഞത്? രോമം നിങ്ങളുടെ മൂക്ക് കയറി ലെൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചുമച്ച് കുത്തിരിക്കേണ്ടി വരും എന്നാ പറഞ്ഞത്, ഹറാമെന്നല്ല പറഞ്ഞത് കേട്ടാ. ഓക്കെ, നായനെ തൊടുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. നായനെ തൊടുന്നോണ്ട് കുഴപ്പമില്ലടാ. തൊട്ട് കഴിഞ്ഞിട്ട് കൈ വാഷ് ചെയ്യണം, നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് കൈ വാഷ് ചെയ്യണം എന്നാ പറഞ്ഞത് കേട്ടോ. നായനെ തൊടരുത് എന്നല്ല ഇസ്ലാമിൽ പറയുന്നത്, നായനെ തൊടരുത് എന്നല്ല പറഞ്ഞത് കേട്ടോ. തൊടുന്നോണ്ടല്ല പ്രശ്നം, തൊടുന്നത് വഴി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വൃത്തി ഉണ്ടാവണം, നമുക്ക് നീറ്റ്നെസ് ഉണ്ടാവണം എന്നാണ് പഠിപ്പിച്ചത്. ഓക്കെ, നായനെ വളർത്തുന്ന ഒരു തെറ്റുമില്ല, വീട്ടിൽ വളർത്താം. അതിന്റെ ആ പർപ്പസ്, വീട്ടിൽ ഏറ്റവും നല്ല കാവൽക്കാരൻ നായ തന്നെയാണ്. പകല് മുഴുവൻ കിടന്നുറങ്ങി രാത്രി മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ കഴിയുന്ന ഒരു ജീവി നായ തന്നെയാണ് ഉള്ളത് അല്ലെ? നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് നല്ല കൃത്യമായിട്ട് ആളുകളെ മണത്തറിയാനും കുറ്റാന്വേഷണത്തിനും ക്രിമിനൽ കാര്യങ്ങൾക്കൊക്കെ പോലീസ് അടക്കം യൂസ് ചെയ്യുന്നത് നല്ലൊരു ജീവിയാണ് നായ. നായനെ കാണുമ്പോൾ തെരുവിൽ കല്ലെടുത്തെറിഞ്ഞവരൊക്കെ കൈപൊക്കി ഭയങ്കര നായ സ്നേഹികളാണ് അല്ലെ? നായനെ കണ്ട കല്ലെടുത്തെറിയും അല്ലെ? മാത്രമല്ല തെരുവ് നായനോട് ഭയങ്കര ദേഷ്യം. വീട്ടിലുള്ള നല്ല നായകളാണെങ്കിൽ അതിനോട് അതൊക്കെ ഭയങ്കര റാഷിസം തന്നെയാണ് അല്ലെ? അങ്ങനെയൊന്നും പാടില്ല, എല്ലാ നായകളോടും ഒരുപോലെ. നിങ്ങൾ കല്ലെടുത്തതിന് പകരം എന്തെങ്കിലും തിന്നാൻ കൊടുത്തു നോക്കുക. അതൊക്കെ വിശന്നിട്ടാണ് ഇങ്ങനെ കുരക്കുകയും ഇങ്ങനെ മനുഷ്യന്മാരെ ഓടിക്കുകയൊക്കെ ചെയ്യുന്നത്, തിന്നാൻ കിട്ടിയിട്ടാണ്. വീട്ടിലുള്ള ഫുഡ്, വേസ്റ്റ് ഫുഡൊക്കെ അതിന് കഴിക്കാൻ കൊടുത്തു നോക്ക്. നന്ദിയുള്ള ജീവി, വീട്ടിൽ നിന്ന് പോകില്ല അത് മരിക്കണവരെ അത് അതിന്റെ കൂടെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും പിന്നെ ജീവികളെ തരം താഴ്ത്തി വെക്കണ്ട. ജീവികളെല്ലാവരും ആ കാരുണ്യം കാണിക്കുന്നത് നല്ലത് തന്നെയാണ്. ഒട്ടകത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകം ഇങ്ങനെ കരയുന്നത് കണ്ട്, ഒട്ടകത്തിന്റെ കണ്ണുനീര് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം അതിന് ഭക്ഷണം കൊടുക്കാൻ പറയാ ചെയ്ത്. കാരുണ്യാണ് പഠിപ്പിച്ചത്, റഹ്മത്താ പഠിപ്പിക്കുന്നത് കേട്ടോ. അത് ജീവികളോടും കാരുണ്യം കാണിക്കണം. ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യണമെങ്കിൽ ഭൂമിയിലുള്ള ജീവികളോട് കാരുണ്യം കാണിക്കണം. അത് മനുഷ്യനാവട്ടെ മനുഷ്യനല്ലാത്ത മിണ്ടാപ്രാണികളോട് എസ്പെഷ്യലി കാരുണ്യം ഉണ്ടാവണം. പൂച്ചനെ കണ്ട കല്ലെടുത്തെറി, അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്, വെരി ക്രൂവൽ മൈൻഡ്. ഉറുമ്പിനെ കണ്ട ഉറുമ്പിനെ കുത്തിക്കൊല്ലുക, ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതൊന്നും ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് വരെ അള്ളാന്റെ അടുക്കൽ ഒരു കുരുവിയേക്കാൾ, ചെറിയൊരു കുരുവിയേക്കാൾ നിസ്സാരമായ ചെറിയൊരു ജീവനെ പോലും നിങ്ങൾ ഉപദ്രവിച്ചാൽ അതിനൊക്കെ പഠിച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. എന്നാൽ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന വീട്ടിലുള്ള ജന്തുക്കൾ എന്തെങ്കിലും വരികയാണ്, അതിനെ കൊല്ലുക അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ആലിമായിട്ട് അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും വളർത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ല, ശരിയായ വഴിയിൽ ഞങ്ങളെ നടത്തണേ അല്ല, ഞങ്ങളുടെ മനസ്സുകൾ നന്നാക്കി തരണേ അല്ല, ഹൃദയങ്ങൾ നന്നാക്കി തരണേ അല്ല, നല്ല ഈമാനുള്ളവരാക്കണേ അല്ല, 5 നേരം നിസ്കരിക്കാൻ മടിയില്ലാത്തവരാക്കണേ അല്ല, ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത്, ഇബാദത്തുകളെല്ലാം കബൂൽ ചെയ്യണേ അല്ല, ഞങ്ങളുടെ ദുആകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ല, ഞങ്ങളുടെ പേരൻസിനെ നീ കാക്കണേ അല്ല, അവരുടെ ഹെൽത്ത് നീ നോക്കണേ അല്ല, ഞങ്ങളുടെ പേരൻസിന് സമ്പത്ത് റിസ്ഖ് ധാരാളമായിട്ട് നൽകണേ അല്ല. അള്ളാഹു ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ല. അള്ളാഹു ഞങ്ങൾക്ക് ഏറ്റവും നല്ല മനസ്സമാധാനവും സന്തോഷവും തരണേ അല്ല. അള്ളാഹു രോഗങ്ങളില്ലാതെ ഞങ്ങളെ കാക്കണേ അല്ല. ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ ശിഫയാക്കി തരണേ അല്ല. രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ റമദാനിലും ഈ കാലത്തും ലോകത്തും. എല്ലാവരെയും അള്ളാഹു ഷിഫയാക്കണേ അല്ല. ആശുപത്രിയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളുള്ള ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഷിഫ കൊടുക്കണേ അല്ല. അള്ളാഹു ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും, നമ്മൾ റമദാനിൽ ഇത്രയൊക്കെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിലും, ഡേ ടൈമിൽ പട്ടിണി എടുക്കുന്നുണ്ടെങ്കിലും, മഗ്‌രിബാൻ കൊടുക്കുന്നതോടുകൂടി നല്ല ഭക്ഷണം നമ്മുടെ പാരൻസ് ഒരുക്കി വെച്ച് തരുന്നുണ്ട്. ഈ ഭക്ഷണം ഒന്നും കഴിക്കാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന മരിക്കുന്ന ആളുകളുള്ള ലോകമാണ്. കോടിക്കണക്കിന് ആളുകൾ തന്നെ ഇന്ത്യയിൽ തന്നെ പട്ടിണിക്കാരായ ആളുകളുണ്ട്, ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണേ അല്ലാ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله